രണ്ടും കൂടി കൂട്ടി വായിച്ചപ്പോ ദേവപ്രിയയുടെ അമ്മയുടെ ആ നീക്കത്തിന് പിന്നിൽ ഒരു കളിയില്ലേന്നൊരു തോന്നൽ. കൊണ്ടുപോയത് നല്ല സ്വർണ്ണമായിരുന്നെങ്കിലും തിരിച്ചു കൊണ്ടുവന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണോ വേദ പറയുന്നത്? അതെ. അല്ലെങ്കിൽ എന്തിനാ ഒരാള് ഒരേപോലുള്ള ആഭരണം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വാങ്ങുന്നത്? അത് വെച്ച് ആരെങ്കിലും പറ്റിക്കാനാണെന്ന് ഉറപ്പല്ലേ? അതെ, ഉറപ്പാണ്. മതി, ഇത് മതി. ഇത് വെച്ച് ഞാൻ കളിക്കും. ഇതിന്റെ മുമ്പില് അവള് തകരും. അതോടെ ഇപ്പൊ അവളെ ഇഷ്ടപ്പെടുന്നവർ പോലും തള്ളി പറയും. ദൈവം നമ്മുടെ കൂടെയാ. അതുകൊണ്ടാ ആ ആഭരണം വാങ്ങാൻ ദേവപ്രിയയുടെ അമ്മ വേദയുടെ കടയിൽ തന്നെ വന്നത്. മുമ്പ് സംഭവിച്ച ഒരു മിസ്റ്റേക്കും ഇതിൽ സംഭവിക്കരുത്. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. ആയിരിക്കും. ഒരു നല്ല വാർത്ത കേൾക്കാൻ വേദ തയ്യാറായിരിക്കും. മോളെ, നീ അവിടെ എങ്ങാനും പോയിരിക്കേ. ഇതൊക്കെ അമ്പിളി ചെയ്തോളൂ. വേണ്ടമ്മേ, ഞാൻ തന്നെ ചെയ്തോളാം. വെറുതെ ഇരുന്നാലേ തടി കൂടും. ഇതിൽ കൂടുതൽ എന്ത് കൂടാനാ? ആ, നീ ഈ വീട്ടിലേക്ക് വന്നതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായി. പഴയതുപോലെ ചെക്കന്മാരെ എന്നെ നോക്കി കമന്റ് അടിക്കാറില്ല. നീ അവരെ തല്ലിയാലോ? നിനക്കിനി ഈ കുത്തുവാക്ക് പറച്ചിലൊന്നും നിർത്താറായില്ലേ? അവള് നിനക്ക് ഒരു ശല്യത്തിനും വരുന്നില്ലല്ലോ. എന്നോട് വരുന്നില്ല, പക്ഷേ ഈ വീടിനോട് വരുന്നുണ്ടല്ലോ. അതാരും അറിയുന്നില്ല എന്ന് മാത്രം. അല്ല വല്യമ്മേ, ഇവൾക്ക് എത്ര പവൻ സ്ത്രീധനം കിട്ടിയെന്നാ പറഞ്ഞത്? ആ, ഞാനിതൊന്നും അന്വേഷിക്കാൻ പോയിട്ടില്ല. എന്നാലും അങ്ങനെ അല്ലല്ലോ, സ്വർണത്തിന്റെ കാര്യമല്ലേ. ഡി, എത്ര പവൻ കിട്ടി? 25. അതെവിടെന്നാ സ്വർണം മേടിച്ചത്? അത് അറിയില്ല. എന്താ അത് പറയുമ്പോ നിനക്കൊരു വിക്കല്? ചെറിയമ്മാവൻ തന്നതാ, രാഹുലേട്ടന്റെ അച്ഛൻ. ആ, അപ്പൊ അവരാണ് ഈ കള്ളത്തരം കാണിച്ചത്. സത്യം പറ, നിനക്കൊത് അറിയായിരുന്നില്ലേ? എന്ത്? ഒന്നും അറിയാത്തൊരാള്. എടി, ഇല്ലെങ്കി ഇല്ലത്തെ പോലെ ഇങ്ങ് വന്നാ പോരെ. എന്തിനാ ഈ നാണങ്ങട്ട പരിപാടിക്കൊക്കെ നിക്കുന്നേ? നീ എന്തൊക്കെയാ ഗൗരി പറയുന്നേ? ആരെന്ത് കാണിച്ചു? നീൽ, നീൽ, നീലും കൂടെ വേണം ഞാനിത് പറയുമ്പോ. നീൽ, എല്ലാവരും വരട്ടെ. എത്തിയല്ലോ. ഇനി ഞാനൊരു തട്ടിപ്പിന്റെ കഥ പറയാൻ പോവാ. ഇവളുണ്ടല്ലോ, ഈ വീട്ടിലെ പുതിയ താരോദയം. ഇവളിവിടെ സ്ത്രീധനെന്ന് പറഞ്ഞ് കൊണ്ടുവന്നേക്കുന്നത് ഒറിജിനൽ സ്വർണ്ണം അല്ല. മുക്കുപണ്ടം. കാശിന് വിലയില്ലാത്ത വെറും മുക്കുപണ്ടം. ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നിന്റെ നാടകം കളിയൊക്കെ മതി. ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണെന്ന് പരിശോധിക്കാമല്ലോ. ആണോടി ഇവള് പറയുന്നത് സത്യമാണോ? എനിക്കറിയില്ല. അങ്ങനെ വരാൻ വഴിയില്ല. സത്യം സത്യമായിട്ട് തുറന്നു പറയണം. നീ എന്തിനാ അവളെ ഭീഷണിപ്പെടുത്തുന്നത്? പിന്നല്ലാതെ എന്ത് ചെയ്യണം? ഇതുപോലൊരു വാർത്ത കേൾക്കുമ്പോ ഇവളെടുത്ത് ഞാൻ തോളത്ത് വെക്കണം? ചീറ്റിംഗ് അല്ലേ ഇത്? അപമാനിക്കല്. അതിനാ സ്വർണം മുക്കുപണ്ടാണോന്ന് അറിയില്ലല്ലോ. ആണ്. ഇവരന്ന് പോയി മേടിച്ച കടയിൽ നിന്ന് തന്നെയാ എനിക്ക് വിവരങ്ങളൊക്കെ കിട്ടിയത്. മാലതി, നീ അതൊക്കെ പോയി എടുത്തോണ്ടുവാ. മുക്കുപണ്ടമാണോ ശരിക്കുള്ള സ്വർണ്ണമാണെന്ന് അറിയാൻ പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. അത് പരിശോധിക്കാൻ തൽക്കാലം ഞാൻ മതി. സ്വർണത്തിൽ നല്ലതും ചീത്തയും കണ്ടാൽ തിരിച്ചറിയാൻ എനിക്ക് പറ്റും. നീ അതങ്ങ് എടുത്തോണ്ടുവാ. മുക്കുപണ്ടമാണെങ്കിൽ നീ ഇതിന് സമാധാനം പറയേണ്ടി വരും.
നിന്നോട് ഈ ചതി ചെയ്തേ? ആ അപ്പൊ മുക്കുപണ്ടമാണ്. ഇപ്പോഴോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇവളുടെ വീട്ടുകാരുടെ തനി നിറം? മുക്കുപണ്ടം തന്ന് ഒറിജിനൽ ആണെന്ന് പറഞ്ഞു പറ്റിക്കുന്ന ആൾക്കാരെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? പണ്ടത്തെ കള്ളുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന ആളിലും കാണും കള്ളം. എനിക്കൊന്നും അറിയില്ല. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. മിണ്ടിപ്പോവരുത്. ഈ നിമിഷം ഇറങ്ങണം ഇവിടുന്ന്. എന്തായാലും സ്ത്രീധനമൊന്നും പറഞ്ഞ് 25 പാവം കൊണ്ടുവന്നല്ലോ. അതിന്റെ ഒറിജിനൽ കൊണ്ടുവന്നിട്ട് ഇനി കേറിയാ മതി. നീലേ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഇവളുടെ സ്വർണം കിട്ടിയിട്ട് വേണോ ഇവിടെ? ആരും അങ്ങനെ ബുദ്ധിമാന്മാരാവാൻ പാടില്ലല്ലോ. എന്നെ പറ്റിച്ചിട്ട് ഒരുത്തിനും അങ്ങനെ സൂഹിക്കണ്ട. എനിക്ക് ഇതിന്റെ തൂക്കത്തിൽ ഒറിജിനൽ സ്വർണം കിട്ടിയേ തീരൂ. ഇവളെ എവിടുന്ന് കൊണ്ടുവരാനാ? ആകെയുള്ള 2 അമ്മാവന്മാര്. അവര് ഇവളെ സഹായിക്കില്ല എന്നുള്ളതിന് തെളിവാണല്ലോ ഈ മുക്കുപണ്ടം. നമുക്കിതിവിടെ വിടാം. അങ്ങനെ വിടാനൊന്നും പറ്റില്ല. വിട്ട ശരിയാവില്ല. ഇത് ചീറ്റിംഗ് കേസാ. ഇതിൽ ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ അനുഭവിക്കുന്ന ശിക്ഷ. അതുകൊണ്ട് എന്താ നീല ഒരു പ്രയോജനം? നീല് പറഞ്ഞത് അതിന്റെ ശരി. ഇതിന് തുല്യമായ ശരിക്കുള്ള സ്വർണം കിട്ടണം. അത് നിന്റെ അവകാശം. അത് വേണ്ടെന്ന് വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ കുട്ടി അറിയാത്ത തെറ്റിന് ഇവളെ ശിക്ഷിക്കുന്നതിൽ എന്താ അർത്ഥം? അറിഞ്ഞതാണോ അറിയാത്തതാണോ എന്ന് അറിയാൻ വേണ്ടിയാണല്ലോ ഒറിജിനൽ സ്വർണം കൊണ്ടുവരാൻ പറഞ്ഞത്. സ്വയം ഇറങ്ങുന്നോ അതോ ഞാൻ ഇറക്കി വിടണോ? നീലെ, അതൊന്നും വേണ്ട. ഈ കാര്യം അച്ഛൻ ഇവളുടെ അമ്മാവന്മാരോട് സംസാരിക്കും. വീട്ടുകാർ തമ്മിൽ പറയുന്നതാ നല്ലത്. അതൊക്കെ കല്യാണത്തിന് മുമ്പ്. കല്യാണത്തിന് ശേഷം ഇവളുടെ എന്ത് കാര്യവും പറയേണ്ടതും ചെയ്യേണ്ടതും ഞാനാ. ആ അവകാശം ഭർത്താവായ എനിക്കാ. ഒരാളും ഇതിൽ ഇടപെടുന്നത്. 1 മണിക്കൂർ ഞാൻ സമയം തരും. അതിനുള്ളിൽ ഇറങ്ങിയില്ലെങ്കിൽ വലിച്ചിറക്കം ഞാൻ. വെറും കൈയോടെ പോണ്ട. ഇതോടെ പിടിച്ചോ. ഓ, ഏത് നേരം നോക്കിയാലും മുഖവും മിനുക്കിക്കൊണ്ടിരുന്നോ? ഒരു പണിയും ചെയ്യരുത്. അമ്മ ഉള്ളപ്പോ ഞാൻ എന്തിനാ കഷ്ടപ്പെടുന്നേ? അതെ അതെ, എന്റെ കാലം അങ്ങോട്ട് കഴിയട്ടെ. എന്ത് ചെയ്യും? അത് കഴിയുമ്പോഴല്ലേ, അപ്പൊ നോക്കാം. നീയോ? എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? നിന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടോ? എന്റെ സ്വർണം എവിടെ? ഏത് സ്വർണം? സ്ത്രീധനമായിട്ട് രാമകൃഷ്ണൻ അമ്മാവൻ എനിക്ക് തന്ന 25 പവൻ. ഓ ഓ, ഞാൻ പണയം വെക്കാൻ വേണ്ടി വാങ്ങിച്ചത്. അതല്ലേ നിന്റെ കയ്യിൽ ഇരിക്കുന്നേ? നല്ല സ്വർണം എടുത്തു മാറ്റി അതിന് പകരം മുക്കുപണ്ടം തന്നാ ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? മുക്കുവണ്ടോ? അമ്മ ഇവള് പറയുന്ന കേട്ടില്ലേ മുക്കുവണ്ടോന്ന്? എനിക്ക് എന്റെ സ്വർണം കിട്ടണം. ഇത് മുക്കുവണ്ടാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ അനുഭവിച്ച പ്രയാസമുണ്ടല്ലോ, അത് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടുപോയി. ദേ, മതി നിർത്ത്. ഇതൊക്കെ എന്തിനാ ഇവിടെ വന്ന് പറയുന്നത്? ഇത് മുക്കുപണ്ടമാണെങ്കിൽ അതിന്റെ കാരണം അന്വേഷിച്ച് ഇങ്ങോട്ടല്ല വരേണ്ടത്. എന്തായാലും ഇവിടെയുള്ളവർ നിന്നോട് ഇങ്ങനൊരു ചതി ചെയ്യില്ല. അത് തന്നെ. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താ നമുക്ക്? ഇവളുടെ 25 പവൻ കിട്ടിയിട്ട് വേണോ നമുക്ക്? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. എനിക്ക് നല്ല ഉറപ്പാ നിങ്ങൾ തന്നെ ഇതിന്റെ പിന്നിലെന്ന്. എന്റെ അഭിമാനത്തിന്റെ പ്രശ്നോ? അതിന് തിരിച്ചു തന്നേക്ക്. നിന്നോടല്ലേ പറഞ്ഞേ ഞങ്ങൾക്ക് അറിയില്ലെന്ന്? ഇല്ലാത്ത സാധനം എങ്ങനെ എടുത്ത് തരും? ഞങ്ങളുടെ കയ്യിൽ നിന്ന് 25 പവൻ തട്ടാൻ വേണ്ടിയുള്ള സൂത്രമായിരിക്കും. എങ്കിൽ അത് നിന്റെ കയ്യിൽ ഇരിക്കത്തേ ഉള്ളൂ. ഇവിടെ അത് നടക്കാൻ പോകുന്നില്ല. സ്വർണം തരുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. മര്യാദയ്ക്ക് എന്റെ സ്വർണം താ. നിന്നോടല്ലേ പറഞ്ഞ ഇവിടെ ഇല്ലെന്ന്? ഇല്ലേ? സ്വർണം ഇവിടെ ഇല്ലേ? ഇല്ല.
നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റും ഞാൻ നോക്കട്ടെ. സത്യം പറഞ്ഞില്ലെങ്കിൽ ഇവളെ ഞാൻ എടുത്ത് കിണറ്റിലെറിയും. എന്റെ സ്വർണം തിരിച്ചു തന്നാലേ ഞാൻ ഇവളെ വിടും, അല്ലെങ്കിൽ എന്റെ കൈ കൊണ്ട് ഇവള് ചാവും. എടുക്കടി സ്വർണം. ഇല്ല, എന്റെ ജീവിതം തകർത്തവളാ ഇവള്. അതിന്റെ പേരിൽ ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്ര വലുതാണെന്നറിയോ? അതൊന്നും ഇതുവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. അതെല്ലാം എന്റെ വിധിയാണെന്ന് കരുതി സമാധാനിക്കാൻ ശീലിച്ചോണ്ടിരിക്കാൻ ഞാൻ. പക്ഷേ ഈ ചതി ഇത് ഞാൻ പൊറുക്കില്ല. കൊല്ലൂന്ന് പറഞ്ഞ കൊല്ലൂ. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. വേഗം സത്യം പറഞ്ഞോ, പറയണേ. സത്യം പറയാതെ രക്ഷപ്പെടാന്ന് നീ വിചാരിക്കണ്ട. പറയണേ, ആ സ്വർണ്ണം നീ എന്ത് ചെയ്തു? അങ്ങനെ വഴിക്ക് വാ. അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല. പോയി എടുത്തോണ്ട് പാടി. എടുത്തു കൊടുക്ക. കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയി, എന്നിട്ടും എന്നെ ദ്രോഹിക്കുന്നത് നിർത്താൻ നിനക്ക് ഇതുവരെ ആയിട്ടില്ലല്ലേ? ഇനി എന്നെ ഉപദ്രവിക്കോ? ഇല്ല, സത്യം ചേടി. സത്യമായിട്ട് ഉപദ്രവിക്കില്ല. വാക്ക് തെറ്റിച്ച എന്ത് ചെയ്യണം? തെറ്റിക്കില്ല. തെറ്റിച്ചാലോ എന്നെ കൊന്നോ? കൊല്ലൂന്ന് പറഞ്ഞ കൊല്ലും. ഇതാ നിന്റെ സ്വർണം. എപ്പോഴേക്കും ഒരു അമ്മയുടെ സ്ഥാനത്ത് കണ്ടുപോയി ഞാൻ. ഇല്ലെങ്കിൽ ഇവൾക്ക് കൂട്ടുനിന്നതിന് എന്റെ കൈ മുഖത്ത് വീണേനെ. ഇനി എന്റെ ജീവിതത്തിന് കുറുകെ നീ വന്നാ ഓർത്തോ. അയ്യോ മോളെ, ചായ പിടിക്ക്. അമ്മേ, ഇത് മുക്കുബണ്ടമല്ല, വേണമെങ്കിൽ പരിശോധിക്കാം. അതൊക്കെ എന്തിനാ മോളെ? ഞാൻ ഒരാളെയും വഞ്ചിക്കില്ല. അങ്ങനെ കിട്ടുന്ന ഒരു സൗഭാഗ്യം എനിക്ക് വേണ്ട. ജീവിതത്തിൽ എല്ലാവരും എന്നെ പറ്റിച്ചു. എന്നിട്ടും ഞാൻ ആരോടും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. എല്ലാം എന്റെ ഭാഗ്യക്കേടാണെന്ന് കരുതി സമാധാനിക്കാൻ കുട്ടിക്കാലം മുതലേ ഞാൻ ശീലിച്ചിരുന്നു. നീ എന്തിനാ ഇതൊക്കെ നീലിനോട് പറയുന്നത്? എല്ലാം എന്റെ ഭാഗ്യക്കേടാണെന്ന് കരുതി സമാധാനിക്കാൻ കുട്ടിക്കാലം മുതലേ ഞാൻ ശീലിച്ചിരുന്നു. നീ എന്തിനാ ഇതൊക്കെ നീലിനോട് പറയുന്നത്? പിന്നെ ആരോടാ പറയേണ്ടത്? നീലല്ലേ ഏട്ടത്തി ഇറക്കി വിട്ടത്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഏട്ടത്തി ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യില്ലെന്ന്. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരായതുകൊണ്ടാ നീ അടക്കമുള്ളവർക്ക് അത് മനസ്സിലാകാതെ പോയത്. ഓ, അപ്പോഴും കുറ്റം എനിക്ക്. ഞാൻ ആ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിലേ 25 പവന്റെ മുക്കുപണ്ടം ഈ വീട്ടിന്റെ അലമാരയിൽ ഇരുന്നാനെ. അതിലാർക്കും പരാതിയില്ല. ഇനിയിപ്പോ തർക്കവും വഴക്കമൊന്നും വേണ്ട, പ്രശ്നം തീർന്നല്ലോ. അങ്ങനെ തീർന്നിട്ടൊന്നുമില്ല. ഇവള് പറയുന്നത് ദേവപ്രിയ ചതിച്ചതാണെന്ന്. സത്യം എന്താണെന്ന് ആർക്കറിയാം? ഇവള് നുണ പറയുന്നതാണെങ്കിലോ? ഗൗരി, നീ കുറച്ച് ഓവർ ആവുന്നുണ്ട്. ഇങ്ങനെയൊന്നും ഒരാളെ സംശയിക്കരുത്. സംശയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ ആരായാലും സംശയിക്കും. ആ, ബഹളം ഉണ്ടാക്കിയതുകൊണ്ടാ ഒറിജിനൽ സ്വർണം വന്നത്. അതെന്താ ആരും ഓർക്കാത്തത്? ആർക്കു വേണം നീലെ സ്വർണം? കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന്റെ സ്ത്രീധനത്തിന്റെ കനത്തിനൊപ്പിച്ച് മരുമോളെ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ഒരമ്മായിയമ്മ അല്ല ഞാൻ. എനിക്കിവള് മരുമോളല്ല, മകളാ. ബുദ്ധിയില്ലാത്ത അമ്മായിയമ്മമാരെ അങ്ങനെ പറയൂ. ശരിയാ,
എനിക്ക് ബുദ്ധിയില്ല, അത് ഞാൻ സഹിച്ചു. നിനക്ക് നല്ല ബുദ്ധിയാണല്ലോ. നമുക്ക് നോക്കാം ഭാവിയിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇവൾക്കിത്തിരി തടിയുണ്ടായിപ്പോയി. അല്ലായിരുന്നെങ്കില് നിന്നേക്കാളും മിടുക്കിയായിട്ട് തോന്നിയാൻ ഇവളെ. ഒരു പെണ്ണിന്റെ സൗന്ദര്യം അല്ലെങ്കിലും ശരീരത്തിലല്ല വല്യമ്മേ, മനസ്സിലാ, പെരുമാറ്റത്തിലാ. അങ്ങനെ നോക്കുമ്പോ ഗൗരിയേക്കാളും ഭംഗിയുണ്ട് ഇടത്തേക്ക്. അങ്ങനെ പറഞ്ഞു കൊടുക്കുകയിരി. ബ്യൂട്ടി പാർലറിൽ പോയതുകൊണ്ടോ 10,000 രൂപയുടെ ചുരിദാർ ഇട്ടതുകൊണ്ടോ ഒരു പെണ്ണ് സുന്ദരിയാവില്ല. അതിന് മനസ്സിന് ഇത്തിരി നന്മയുണ്ടാവണം. ഓ എങ്കി പിന്നെ എടുത്ത് പൂജാമുറിയിൽ വെച്ചോ. എന്നിട്ട് രാവിലെ വൈകിട്ടും വിളക്ക് കൊളുത്തിങ്ങ് പ്രാർത്ഥിച്ചോ. കളിയാക്കണ്ട. നിനക്ക് അസൂയാണെങ്കിൽ അത് പറഞ്ഞാ മതി, അല്ലാതെ മറ്റുള്ളവരെ പരിഹസിക്കണ്ട. മതി, ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. സ്വർണം തിരിച്ചു കൊണ്ടുവന്നല്ലോ, ഇനി അത് ഭദ്രമായിട്ട് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക. എന്നിട്ടേ എല്ലാവരും അവരവരുടെ ജോലി നോക്ക്. ജോലിയോ? ആ, പാര പണിയുന്ന കാര്യോ വല്യച്ഛൻ ഉദ്ദേശിച്ചത്? നിന്റെ ജോലിയെ അതാണല്ലോ. ഓ നീയൊരു മഹാൻ. പോടാ, ശല്യം. ഇനി ഈ ആഭരണം നീ തന്നെ വെച്ചാ മതി. വേണ്ടമ്മേ, ഇത് അമ്മയുടെ കയ്യിൽ വെച്ചാ മതി. നീ എന്നോട് ക്ഷമിക്കുമോളെ? സാരമില്ലമ്മേ, അതിലൊന്നും എനിക്ക് വിഷമമില്ല. ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് സങ്കടം. എന്തുകൊണ്ടാ അമ്മ എല്ലാവരും എന്നെ ദ്രോഹിക്കുന്നത്? ഞാൻ ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടും എന്തിനാ എല്ലാവരും എന്നെ ദ്രോഹിക്കുന്നത്? അവർക്കൊന്നും മനുഷ്യപ്പറ്റില്ലാത്തോണ്ടാ മോളെ. നിന്റെ സ്നേഹം തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. എല്ലാരും നിന്നോട് ചെയ്ത ദ്രോഹങ്ങളെ കുറിച്ച് ഓർത്ത് അന്ന് സ്വയം സങ്കടപ്പെടും. ഒന്നും വേണ്ടമ്മേ, എനിക്ക് അമ്മയുടെ സ്നേഹം ഉണ്ടായാൽ മാത്രം മതി. അതെന്നും ഉണ്ടാവും. ആ, നീൽ. ഹലോ സർ. ഹലോ, വരൂ. എന്നോട് നല്ല ദേഷ്യം കാണാതിരിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ നീൽ? അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതിന്റെ കുറ്റബോധം ഉണ്ടല്ലോ, അത് ഈ നിമിഷം വരെ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാ തന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചത്. എനിക്ക് സാറിനോട് ഒരു നിരസവുമില്ല. സാർ ആഗ്രഹിച്ചതുപോലെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടല്ലേ എന്നെ മാറ്റിയത്. എനിക്കത് മനസ്സിലാക്കാൻ പറ്റും സർ. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഫെയ്റ്റ്. മിസ്റ്റേക്ക്, ഫെയ്റ്റ് രണ്ടുമല്ല. തന്നെ ഞാൻ ചതിച്ചതാ. മിസ്റ്റേക്ക്, ഫെയ്റ്റ് രണ്ടുമല്ല. തന്നെ ഞാൻ ചതിച്ചതാ. ഒരു സ്ട്രോങ് പ്രൊഡ്യൂസറെ കിട്ടുമെന്ന് വന്നപ്പോൾ അതുവരെ പഠിച്ച എല്ലാ എത്തിക്സും വലിച്ചെറിഞ്ഞ് ഞാൻ തനി അവസരവാദിയായി മാറിയിടും. കലയെ ഉദ്ധരിക്കാൻ കഴിവ് മാത്രം പോരല്ലോ നീൽ, പണവും വേണ്ടേ? ആ പണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വ്യക്തിത്വം പണയപ്പെടുത്തിയത്. പിന്നീടാ ആ പ്രൊഡ്യൂസർ തന്നെ മാറ്റണമെന്ന് വാശി പിടിച്ചതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കിയത്. അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. സർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതാണ് ജീവിതത്തിൻ്റെ കുഴപ്പം. വേണ്ടത് വേണ്ട സമയത്ത് മനസ്സിലാകാതെ പോവും. പിന്നെ മനസ്സിലാവുമ്പോഴോ ആ മനസ്സിലാവൽ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും നമുക്കുണ്ടാവുകയില്ല, ഇരിക്കുന്നേയില്ല. അന്ന് തന്നെ മാറ്റാൻ എന്നെ നിർബന്ധിച്ച പ്രൊഡ്യൂസറുടെ പേര് വാസുദേവൻ എന്ന, അതായത് തൻ്റെ മുൻ കാമുകി വേദയുടെ അച്ഛൻ. അയാളിത് എന്തിനു ചെയ്തു എന്ന് ഞാൻ പറയണ്ടല്ലോ. ഞാനും അതിന് കൂട്ടുനിന്നു. ഐ എം സോറി, റിയലി സോറി. താൻ എന്നെ ശപിക്കരുത്. ഒരിക്കലുമില്ല സർ. എനിക്ക് മനസ്സിലാവും സാറിൻ്റെ അവസ്ഥ. സാറിൻ്റെ ഉള്ളിൽ അല്പമെങ്കിലും നന്മ അവശേഷിക്കുന്നതുകൊണ്ടാണല്ലോ സാർ ഈ വിവരം ഇപ്പോഴെങ്കിലും എന്നോട് പറഞ്ഞത്. സാറിന് വേണമെങ്കിൽ ഇതെല്ലാ കാലവും എന്നീന്ന് മറച്ചു വെക്കാറുന്നല്ലോ. വെക്കായിരുന്നു. വേറൊരു കള്ളപ്പേരില്ല ആ പ്രൊഡ്യൂസർ സിനിമ എടുക്കുന്നത്. അതുകൊണ്ട് തനിക്കത് മനസ്സിലാക്കാനേ പറ്റില്ലായിരുന്നു. ആ, എന്തായാലും നടന്നത് നടന്നു. ഇപ്പം ഞാൻ മനസ്സുകൊണ്ട് ഫ്രീയാ. എനിക്കിനി പ്രായശ്ചിത്തം ചെയ്യണം. അതിനുവേണ്ടിയും കൂടിയാ തന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. സാറ് പറഞ്ഞു. ഈ പടം
ആ നിർമ്മാതാവ് മറ്റൊരു നിർമ്മാതാവിനെ വിറ്റ കാര്യം താൻ അറിഞ്ഞിരിക്കുമല്ലോ. ഇൻഡസ്ട്രിയിൽ പേരുകെട്ട ബാനർ തന്നെയാ ഇപ്പം ഈ പടം ഏറ്റെടുത്തിരിക്കുന്നത്. പടത്തിൻ്റെ ഫസ്റ്റ് ടീസർ ലോഞ്ച് ഒരു ഫംഗ്ഷനായിട്ട് വെക്കണമെന്നാ എൻ്റെ ആഗ്രഹം. ആ ടീസർ താൻ വേണം ലോകത്തിനു മുമ്പിലെത്തിക്കാൻ. എന്നുവെച്ചാൽ ആ ഫംഗ്ഷന്റെ ചീഫ് ഗസ്റ്റ് നീൽ മഹേഷ് ആയിരിക്കും എന്നർത്ഥം. സർ അത് പറ്റില്ലെന്ന് പറയരുത്. താൻ ഈ ക്ഷണം സ്വീകരിച്ചാലേ എന്നോട് പുറത്തുനിന്ന് ഞാൻ വിചാരിക്കും. പ്ലീസ് നീൽ, നോ പറയരുത്. മറ്റൊരു വാക്കുകൂടി ഞാൻ ഇപ്പൊ തരുന്നു. ഇനി എനിക്ക് പടം ചെയ്യാൻ ഒരു അവസരം കിട്ടുമെങ്കിൽ നീലായിരിക്കും അതിലെ ഹീറോ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ആ വാക്ക് പാലിച്ചിരിക്കും. സാറ് പടത്തിലൊന്നും എന്നെ ഹീറോ ആക്കിയില്ലെങ്കിലും വിരോധമില്ല സർ. എങ്കിലും ഞാൻ വരും. ടീസർ ലോഞ്ച് സംഭവിക്കും. എന്നെപ്പോലൊരു തുടക്കക്കാരന്, അതും അത്ര പ്രശസ്തനല്ലാത്ത ഒരാൾക്ക് എന്തുകൊണ്ടും മൈലേജ് കിട്ടുന്ന ഒരു പരിപാടിയാണല്ലോ സർ. അതുകൊണ്ട് ഞാൻ വന്നിരിക്കും, ഉറപ്പ്. താങ്ക് യു നീൽ. താങ്ക് യു സർ.